നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആരതിയാണെങ്കിൽ രാഖിയുടെ പുറകെ ഓടുക കേട്ടോ ചെയ്യുന്നത്. രാഖി എന്ന് വിളിച്ചുകൊണ്ട് രാഖിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കാറിൽ കയറി പോവുക കേട്ടോ ചെയ്യുന്നത്. ഇവളെന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത്, ഇനി എന്നോട് എന്തെങ്കിലും വിരോധം കാണുമോ എന്നൊക്കെ ആരതി ചിന്തിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖി നേരെ പോകുന്നത് ശാരികയുടെ കുടുംബ വക്കീലായ ജയചന്ദ്രൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറുന്ന രാഖി ശാരികയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണോ പോയിരിക്കുന്നത്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കോടതി കാര്യത്തിനാണോ വന്നതെന്ന് ചോദിക്കുന്നു. അല്ല, എനിക്ക് ഒരാളെ പറ്റി ഒരു വിവരം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആരെ പറ്റിയുള്ള വിവരമാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരിയെ പറ്റിയിട്ടാണ് പറയാട്ടോ ചെയ്യുന്നത്. ശാരികയാണെന്നും പറയുന്നു. ഓ, അപ്പോൾ രാഖി എന്നാണല്ലേ നിങ്ങളുടെ പേരെന്ന് പറയുന്നു. നിങ്ങളെ കുട്ടി കേട്ടതൊന്നും അത്ര സുഖമുള്ള കാര്യമില്ല. ഞങ്ങളുടെ കുട്ടി നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്. നിങ്ങളുടെ സഹോദരനുണ്ടല്ലോ രാജേന്ദ്രൻ, അയാളും വന്നിരുന്നു ശാരികയെ അന്വേഷിച്ച് ഇവിടെയെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും രാഖി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ശാരികയെക്കുറിച്ച് എനിക്ക് വിവരങ്ങളൊന്നുമില്ല, ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമൊന്നുമില്ല. തിരുമേനിയുടെ എല്ലാ സ്വത്തുക്കളും ഇപ്പോൾ ശാരികയുടെ പേരിലാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് അന്വേഷിച്ചിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആ സ്വത്തുക്കളെല്ലാം ആ കുട്ടിയുടെ പേരിലാണ്, ആ കുട്ടി പോലും ഇതുവരെ അറിഞ്ഞ് കാണത്തില്ല എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത് വക്കീൽ. അപ്പോൾ ഉടനെ രാഖി പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ശാരികയെ കണ്ടെത്തിയേ മതിയാവത്തുള്ളൂ. എനിക്ക് ശാരികയെ കണ്ടെത്തിയതിന് ശേഷം കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറയുന്നു. അവളെ എനിക്ക് എൻ്റെ കൂടെ വേണം, എൻ്റെ കൂടെ നിർത്തണമെന്നും പറയുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ കണ്ടെത്താൻ സാധിക്കുമെന്നും ഞാൻ വിചാരിച്ച് നടന്നിട്ടില്ല എന്നും നിങ്ങൾക്ക് കൂട്ടുകാരികൾ ഒരുപാട് കാണില്ലേ, അവരോടൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കൂ. ആരെങ്കിലും ശാരിക ചിലപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ശാരികയെക്കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ രാഖി പറയുന്നുണ്ട്, എൻ്റെ കയ്യിലൊരു ഡയറി ഉണ്ട്, ആ ഡയറിയിൽ എല്ലാ കൂട്ടുകാരികളുടെയും നമ്പറുണ്ട്, ഞാൻ ആ വഴി ഒന്ന് ശ്രമിക്കാമെന്ന് പറയുന്നു. ആ വഴി തന്നെ ശ്രമിച്ചു നോക്കൂ, അത് ഉറപ്പായിട്ട് നടക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് വക്കീൽ പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ശാരികയെ കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ, അതിനുവേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്, ഈ സ്വത്തുക്കളൊക്കെ ഏൽപ്പിക്കാനെന്നും പറയുന്നു. പുറത്തിറങ്ങുമ്പോൾ രാഖി ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. ആരതി അവിടെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആരതി അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. ഞാൻ നിന്നെ കണ്ടിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച്, നീ ഞാൻ വിളിച്ചിട്ട് എന്താ കേൾക്കാത്ത പോലെ പോയെന്ന് ചോദിക്കുന്നു. അയ്യോ ചേച്ചി, ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് പറയട്ടെ ചെയ്യും. ചേച്ചി വിളിച്ച് ഞാൻ നോക്കാതിരിക്കുന്നു രാഖി കള്ളം പറയുന്നു. തൊട്ടടുത്ത് നിന്നല്ലേ ഞാൻ നിന്നെ വിളിച്ചത്, എന്നിട്ട് നീ കേട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി, ഞാൻ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ചേച്ചി എന്താ ഇവിടെയും ചോദിക്കുന്നു. എൻ്റെ ക്ലിനിക്ക് ഇവിടെ അടുത്താ രാഖി, പുതിയ ക്ലിനിക്ക് വേണം, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. അയ്യോ ചേച്ചി, എനിക്ക് ഒട്ടും സമയമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യമുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അല്ലേ, എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വേറെ ആരെ പറ്റിയില്ല, നിൻ്റെ കൊച്ചേട്ടനെ പറ്റി തന്നെയാണെന്ന് പറയുന്നു. അതൊക്കെ ചേച്ചി പിന്നീട് ഒരു അവസരത്തിലാവാമെന്ന് രാഖി പറഞ്ഞ് ധൃതി കാണിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ചേച്ചി എന്തിനാ ഹോസ്പിറ്റലിൽ വന്നെന്ന് രാഖി ചോദിക്കും. അയ്യോ, അതാണ് ഞാൻ ആദ്യം പറയേണ്ടിയിരുന്നത്. ലളിതാമ്മയുടെ അവസ്ഥ വളരെ മോശമാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നിങ്ങൾ മക്കളെല്ലാവരും കൂടെ ഒന്ന് കണ്ടിരുന്നേ കൊള്ളായിരുന്നു. ആ മക്കൾക്ക് അത് നോക്കാനും എടുക്കാനും ഒന്നും നിന്നെപ്പോലെ തന്നെ സമയമില്ലല്ലോ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി മരുന്ന് മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഹോമിയോ മരുന്നിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, അതുകൊണ്ട് മരുന്ന് ഞാൻ തന്നെ പോയി മേടിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും കുറച്ച് കൂടുതലാണ് അവസ്ഥ. നീയും രാജീവനും കൂടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരും, മനസ്സിനാണ് കൂടുതൽ പ്രശ്നമെന്ന് പറയാട്ടോ ചെയ്യുന്ന ആരതി പറയുന്നത് കേൾക്കുമ്പോൾ രാഗിക്ക് വിഷമാവുന്നുണ്ട്. രാഖി ചോദിക്കുന്നുണ്ട്, അത്രയ്ക്ക് കൂടുതലാണോ ചോദിക്കുമ്പോൾ. മനുഷ്യൻ്റെ കാര്യമല്ലേ, ഒന്നും പറയാനായിട്ട് സാധിക്കത്തില്ലല്ലോ. ഇപ്പം മനസ്സമാധാനമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. നീയും രാജീവനും ഒന്നിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു മോളെ, എന്തായാലും നന്നായി, നിങ്ങളൊരു ഒന്നിച്ച് സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് പറയുന്നു. നിനക്ക് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ, ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതുകൊണ്ട് ചോദിച്ചാന്ന് പറയുന്നു. ഞാൻ ചുമ്മാ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് കള്ളം പറയാട്ടോ രാഖി ചെയ്യുന്നത്. എന്തായാലും നിന്നോട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം. നിനക്കിപ്പോൾ ധൃതിയാണല്ലോ, നീ എന്തായാലും പോയി ലളിതാമ്മയെ ഒന്ന് കാണ്, രാജീവനെയും കൂട്ടിക്കോ, അപ്പോൾ ലളിതാമ്മയ്ക്ക് ഒരു ആശ്വാസമാകുമെന്ന് പറയുന്നു. ആ മക്കൾ അവിടെ സ്വത്തിൻ്റെ പേരിൽ കടിച്ചു കീറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരുടെയൊക്കെ നല്ല മുഖമൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങി അമ്മ. മരുമക്കളെ ഉപദ്രവിക്കുന്ന എല്ലാ അമ്മായിമ്മമാരുടെയും അവസാനത്തെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന രാഖിക്ക് വിഷമമാവട്ടോ ചെയ്യുന്നത്. രാഖി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ രാജീവനെ വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. രാജീവനാണെങ്കിൽ രാഖിയുടെ കോളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. സന്തോഷത്തിൽ മതി മറന്നാണ് രാജീവൻ ഇരിക്കുന്നത്. രാജീവേട്ടൻ തിരക്കിലാണോ എന്ന് രാഖി ചോദിക്കുന്നു. എന്ത് തിരക്ക്, നീ പറ ഡാർലിംഗ് എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അല്ല, ഞാൻ ഇന്ന് ആരതി ചേച്ചിയെ കണ്ടിരുന്നു എന്ന് പറയുന്നു. ആരതി അടുത്ത് വന്നിരുന്നു വീട്ടിൽ, നീ എവിടെ വെച്ചാൽ കണ്ടേന്ന് ചോദിക്കുന്നു. അല്ല, ഞാൻ പുറത്ത് പോയപ്പോൾ കണ്ടതാണെന്ന് പറയുന്നു. ഒറ്റയ്ക്ക് എന്തിനാ പുറത്ത് പോയി, എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നു മാഡം എന്നിങ്ങനെ പറയുക കേട്ടോ ചെയ്യുന്നത്. അല്ല, വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. നമുക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോകണം, എന്താ കാര്യമെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അമ്മയെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ചേച്ചിയാ പറഞ്ഞേ, അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ് അസുഖം എന്നൊക്കെ പറഞ്ഞു. ആണോ, എന്നാൽ പിന്നെ പോവാം, പക്ഷേ നിൻ്റെ കൊച്ചേട്ടൻ അവിടെ ഉള്ളതാണ് ഏക പ്രശ്നമെന്ന് പറയാം. എനിക്കറിയാം രാജീവേട്ടനെ അപമാനിക്കുമെന്ന്, പക്ഷേ ഇങ്ങനൊരു സാഹചര്യമല്ലേ, നമ്മൾ പോകാതിരിക്കാനായിട്ട് സാധിക്കില്ലോ. പിന്നെ കൊച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലും രാജീവേട്ടൻ ഒന്നും പറയാൻ പോകണ്ട, എല്ലാത്തിനുമുള്ള മറുപടി ഞാൻ കൊടുത്തോളാമെന്ന് രാഖി പറയുന്നു. ഞാൻ ദേ ഉടനെ എത്താമെന്ന് രാജീവൻ പറയാട്ടോ ചെയ്യുന്നു. പിന്നീട് രാഖി ഇരുന്നുകൊണ്ട് കുറേ മരുന്നുകളൊക്കെ തപ്പിയെടുത്ത് കഴിക്കുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ തുളസി ചോദിക്കുന്നുണ്ട്,
ചോദിക്കുന്നുണ്ട്. ചേച്ചി എന്താ ഇത്രയും മരുന്നുകളൊക്കെ കഴിക്കുന്നത്? ഈ മരുന്നുകളൊക്കെ കഴിക്കുന്ന കണ്ടാത്തൊന്നും ചേച്ചിക്ക് എന്തോ വലിയ അസുഖമാണെന്ന്. എന്താ ചേച്ചി ഇത്രയ്ക്ക് മരുന്ന് കഴിക്കാൻ കാരണമെന്ന് ചോദിക്കുന്നു. നിനക്ക് അങ്ങനെ തോന്നിയോ എന്നിങ്ങനെ രാഗി ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അല്ല, ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ മോശമാവുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാതിരുന്നത്. ചേച്ചിക്ക് തലകറക്കമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ, ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് പറയുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ തുളസി. അപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു എനിക്ക് വെർട്ടിഗോ എന്ന അസുഖം വന്നു. വെർട്ടിഗോയോ? അതെന്താ ചേച്ചി ചോദിക്കുക തുളസി. അതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തല കറങ്ങും, തലയ്ക്ക് പെരുപ്പ് പോലെ തോന്നും, തലവേദന എടുക്കും, അങ്ങനെ ഒരു അസുഖം. ചിലർക്ക് പ്രായമായതിന് ശേഷമേ വരാറുള്ളൂ. എനിക്കിപ്പോൾ നേരത്തെ വന്നേ ഉള്ളൂ. നിപ്പി തല കറങ്ങി എവിടെയെങ്കിലും വീഴുമെന്നൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. തലയടച്ച് വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് പറയും. ചേച്ചി അതൊക്കെ കുറച്ച് പേടിപ്പിക്കുന്ന കാര്യമാണല്ലോ, ചേച്ചിനി ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, എപ്പോഴും രാജീവേട്ടനെയും കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, രാജീവേട്ടൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ടെന്നു. എപ്പോഴും ഞാൻ രാജീവേട്ടനെയും കൂട്ടിക്കൊണ്ടേ പോകുള്ളൂ എന്ന് പറയുന്നു. എന്തായാലും രാജീവേട്ടൻ പാവമോ ചേച്ചി, അല്ലെങ്കിൽ പിന്നെ ചേച്ചി എന്തുമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ട് രാജീവേട്ടനെ. എന്നിട്ടും എല്ലാം മറന്ന് ചേച്ചിയോട് ഇപ്പോൾ എന്ത് സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അത് രാഗിക്ക് ഒരു കുത്ത് കിട്ടിയ പോലെ ആവുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കത്തേ ഉള്ളൂ എന്നും ആരെയും വിഷമിപ്പിക്കത്തില്ല എന്നും തുളസിയുടെ അടുക്ക് രാഗി പറയുന്നുണ്ട് കേട്ടോ. നീ ഇതൊന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. നീ എൻ്റെ ഒരു ഡയറി കണ്ടായിരുന്നോ, ഒരു നീല പുറഞ്ചട്ടയൊക്കെ ഉള്ളതെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇല്ല ചേച്ചി എന്ന് പറയുന്നു. എന്തിനും ചേച്ചിക്ക് ഇപ്പോൾ ഡയറിയൊക്കെ? പഴയ കൂട്ടുകാരെയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. പെട്ടെന്ന് രാഗിക്ക് വീണ്ടും തല കറങ്ങുന്ന പോലെ തോന്നുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് രാജീവനെയും കൂട്ടി വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ രാഗി ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാജേന്ദ്രൻ പറയുന്നത് ഇവനെയും കൂട്ടിക്കൊണ്ട് നിന്നെ അകത്തേക്ക് കയറ്റിവിടാൻ പറ്റത്തില്ല രാഗി എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ താനാണോ അത് തീരുമാനിക്കുന്നത്? താൻ ജയിലറാണെങ്കിൽ ജയിൽ പുള്ളിയുടെ മതി തൻ്റെ ജാടിയും പത്രാസും ഒക്കെ, എൻ്റെ അടുക്ക വേണ്ടാന്ന് പറഞ്ഞ് രാജീവൻ തട്ടിക്കയറുന്നുണ്ട്. അപ്പോൾ രാഗി പറയുന്നുണ്ട് കേട്ടോ, കൊച്ചേട്ടാ ഞങ്ങൾ അമ്മയെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ട് തന്നെ പോകത്തുള്ളൂ. അതിന് കൊച്ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. നീ എന്ത് വഴി നോക്കുമെന്നാണ് പറയുന്നത്? നീ ഒരു ഭാര്യയും ഒരു ഭർത്താവും കൂടെ വന്നിരിക്കുന്നു, ഇത് നിൻ്റെ നാശത്തിനാണ് രാഗി, ഇവനെ തലയെ കയറ്റി വെച്ച് നടക്കുന്നതെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഗി പറയുന്നുണ്ട് അമ്മ എവിടെയാണോ ഉള്ളത്, അമ്മയെ കാണാൻ എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണുള്ളത്. അല്ല കൊച്ചേട്ടൻ നീ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം, ഞങ്ങൾ അമ്മയും കൊണ്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. രാജേന്ദ്രൻ്റെ മുഖത്തടിച്ച്. ഇത് കേൾക്കുമ്പോൾ രാജീവനും പറയുന്നുണ്ട് കേട്ടോ, എന്നാൽ പിന്നെ ഒന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം, ഇയാൾ നമ്മളെ അമ്മയെ കയറ്റി കാണിക്കുക. അപ്പോൾ ഉടനെ രാഗി പറയുന്നുണ്ട്, കൊച്ചേട്ടൻ്റെ ഈ ഒരു ദേഷ്യമൊന്നും ഞങ്ങളോട് വേണ്ട, എനിക്കും എൻ്റെ ഭർത്താവിനും തുല്യ അവകാശമാണ് അമ്മയെ കാണാനായിട്ട്. ഞങ്ങളിവിടെ വന്നത് അമ്മയെ കാണാനാണെങ്കിൽ കണ്ടിട്ട് തന്നെ പോകത്തുള്ളൂ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നു. ഓഹോ, അപ്പോൾ നിങ്ങൾ രണ്ടും കൽപ്പിച്ചാണല്ലേ വന്നിരിക്കുന്നത്? അതേടോ ഞങ്ങൾ രണ്ടും കളിപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് രാജീവനും പറയാട്ടോ ചെയ്യുന്നത്. ഇനി തൻ്റെ മുട്ടാപ്പൊക്കമൊന്നും എൻ്റെ അടുക്ക നടക്കത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ രാഗി പറയുന്നുണ്ട്, രാജീവേട്ട മിണ്ടാതിരി, ഞാൻ കൊച്ചേട്ടനോട് സംസാരിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് രാഗി നല്ല കണക്കിന് രാജേന്ദ്രന് കൊടുക്കുന്നുണ്ട് കേട്ടോ. രാജേന്ദ്രന് അപ്പോൾ പേടിയാവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവരെ വല്ല പോലീസിനെയും വിളിച്ചു വരുത്തി ഇനി കൂടുതൽ അപമാനിക്കുമെന്നുള്ളൊരു ടെൻഷനൊക്കെ രാജേന്ദ്രന് വരുന്നുണ്ട്. അയ്യോ ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ലേ, ഭാര്യയും ഭർത്താവും കൂടെ കയറി കണ്ടോ എന്നും പറഞ്ഞ് വഴി മാറി കൊടുക്കുന്നു. പിന്നീട് ലളിതാമ്മയുടെ അടുക്ക പോയി നിന്ന് സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത് രാഗിയും രാജീവനെയും ഒരുമിച്ച് കാണുമ്പോൾ ലളിതാമ്മയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങളെ കാണാനായിട്ട് കഴിഞ്ഞല്ലോ മക്കളെ, അത് തന്നെ വലിയ കാര്യം, എനിക്ക് സന്തോഷമായി എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ പണ്ട് രാജീവ നിന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഒരുപാട് എൻ്റെ മക്കളുടെ കൂടെ ചേർന്ന് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെയുള്ള ശിക്ഷ തന്നെയാണ് എനിക്ക് കിട്ടിയത്. എന്നോട് നിനക്ക് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അമ്മയോട് എനിക്ക് ഒരു ദേഷ്യമില്ല എന്ന്, മറിച്ച് അമ്മയോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടെ ചെയ്യുന്നത്. ഇപ്പം ഞാനും രാഗിയും ഒന്നായി, ഇനി രാഗിക്ക് ഞാനും അതുപോലെ തന്നെ എനിക്ക് രാഗിയും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരുപാട് കാലം സുഖമായി ജീവിക്കുമെന്ന് പറയും. ഇത് കേൾക്കുന്ന രാഗിയുടെ മനസ്സിലൊരു വിങ്ങൽ വരിക കേട്ടോ ചെയ്യുന്നത്. അധിക നാൾ താൻ ജീവിച്ചിരിക്കില്ല എന്ന് രാജീവേട്ടൻ ഇനി എന്ന് തിരിച്ചറിയുമോ എന്തോ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. ഇപ്പോൾ രാജീവേട്ടൻ എന്ത് സ്നേഹമാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് രാജീവൻ പറയുന്നുണ്ട്, അമ്മ ഇവിടെ ഇങ്ങനെ കിടത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, അമ്മ ഞങ്ങളുടെ കൂടെ പോരെ, അമ്മയെ ഞങ്ങൾ നല്ല ഡോക്ടറിനെ കാണിക്കാം, അമ്മയുടെ അസുഖങ്ങളെല്ലാം മാറ്റാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ രാഗിക്ക് വിഷമാവട്ടോ ചെയ്യുന്നത്. രാജീവൻ്റെ മനസ്സ് എത്ര നല്ലതാണെന്ന് രാഗി ആ നിമിഷം തിരിച്ചറിയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ലളിതാവൻ പറയുന്നുണ്ട്, എന്തായാലും മോനെ, ഞാൻ പൊന്നുപോലെ വളർത്തിയ എൻ്റെ മക്കളുടെ വായിൽ നിന്ന് എനിക്ക് നല്ലൊരു വാക്ക് കേൾക്കാനായിട്ട് സാധിച്ചില്ല, പക്ഷേ എപ്പോഴും ഞാൻ ദ്രോഹിക്കുക മാത്രമേ നിന്നെ ചെയ്തിട്ടുള്ളൂ, പക്ഷേ നിൻ്റെ വായിൽ നിന്ന് ഒരു നല്ല വാക്ക് കേൾക്കാൻ എനിക്ക് സാധിച്ചല്ലോ, എനിക്കിനി ഇതിൽ പരം ഒന്നും വേണ്ട, എൻ്റെ അസുഖം പകുതി ഇപ്പം തന്നെ ഭേദമായി എന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവൻ പറയുന്നത്, അത് പോരാ അമ്മേ, അമ്മയുടെ അസുഖം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഭേദമാക്കും, അതുകൊണ്ട് അമ്മേ ഞങ്ങളുടെ കൂടെ പോരെ എന്ന് പറയാട്ടോ ചെയ്യുന്നത് രാജീവൻ. ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പെറ്റമ്മയെ നോക്കാത്ത മക്കൾ ഒരു മക്കളല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ രാജേന്ദ്രൻ ഇതെല്ലാം ഒളിഞ്ഞു കേൾക്കാട്ടോ ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ലളിതാമ്മ പറഞ്ഞു കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഉടനെ തന്നെ ലളിതാമ്മയാണെങ്കിൽ മക്കളുടെ കാര്യങ്ങളൊക്കെ കുറ്റമായിട്ട് പറയുന്ന രാജേന്ദ്രൻ കേൾക്കുന്നു. രാജേന്ദ്രൻ അത് കേട്ടിട്ട് അങ്ങോട്ട് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ തള്ള ഞങ്ങളെ നാണം കെടുത്തു, എന്തൊക്കെ ഈ പറഞ്ഞു കൊടുക്കുന്നു ഈ തള്ള, ഈ വയസ്സാം കാലത്ത് ഈ കിഴവ് ഇത്രയും നാൾ നോക്കിയത് ഞങ്ങളല്ലേ, എന്നിട്ട് ഒരു മര്യാദ കാണിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ രാജേന്ദ്രൻ അങ്ങോട്ട് കലി പിടിച്ച് വരിക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് വരുന്നുണ്ട്, അമ്മ ആരും ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് പോകുന്നില്ല, അമ്മ ഇവിടെ തന്നെ കിടക്കും, ഞങ്ങൾ ഇത്രയും നാൾ നോക്കിയത് ഞങ്ങൾ തന്നെ നോക്കിക്കോളാം, ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നിരിക്കുന്നു നോക്കാനും എടുക്കാനായിട്ട്, എത്ര നാൾ ഇങ്ങനെയാണോ കഴിഞ്ഞത് അങ്ങനെ തന്നെ ഇവിടെ കിടക്കുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്.
അമ്മയെ എങ്ങനെ നോക്കണമെന്ന് ഞങ്ങൾക്കറിയാമെന്നും നിങ്ങൾ ഇങ്ങനെയാണോ അമ്മയെ നോക്കുന്നതെന്നും ആവശ്യത്തിന് മരുന്നും ഒന്നും തന്നെ കൊടുക്കാതെ അമ്മയെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുക ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ രാഖി എണീറ്റിട്ട് പറയുന്നുണ്ട്, കൊച്ചേട്ടാ അമ്മയെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയുന്നു. ആരും കൊണ്ടുപോകണ്ട, അമ്മ ഇവിടെ തന്നെ ഇരുന്നോളൂ. ഈ തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ആരെങ്കിലും ഒലിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ നാണം കെടുത്താനായിട്ട് നോക്കുകയാണോ ഈ തള്ള എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ലളിതാമ്മ പൊട്ടിക്കരയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാജീവൻ പറയുന്നുണ്ട്, തീരുമാനം അമ്മയാണ് പറയേണ്ടത്. അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമാണെങ്കിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും ഞങ്ങൾ അമ്മയെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ലളിതാമ്മ പറയുന്നു, ഞാൻ എങ്ങോട്ടും വരുന്നില്ല മക്കളെ, നിങ്ങൾ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നല്ലോ, അത് പരം എനിക്കിനി വേറെ ഒന്നുമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും രാജേന്ദ്രൻ്റെ ദുസ്വഭാവം പുറത്തു വരുന്നു.